IVFന്റെ വിജയ ശതമാനത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ഫാക്ടർ പുരുഷന്റെ ബീജം ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. IVFന്റെ വിജയത്തിന് വളരെ പ്രധാനമാണ് ഉചിതമായിട്ടുള്ള ഒരു സ്പേം അല്ലെങ്കിൽ ഒരു ബീജാണുവിനെ ചൂസ് ചെയ്യുക എന്നുള്ളത്. അണ്ഡബീജ സങ്കലനം ശരീരത്തിനുള്ളിൽ നടക്കുന്നതിന് പകരം ലബോറട്ടറിയിൽ IVF ലാബിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അണ്ഡത്തിനോളം പ്രധാനമാണ് ഉപയോഗിക്കുന്ന അണുക്കളുടെ. ധാരാളം ദശലക്ഷങ്ങളോളം അണുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു പുരുഷന് നോർമലായിട്ടുള്ള ബീജങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുകയാണ് നമ്മൾ IVFന്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ചെയ്യേണ്ട അത്യന്താപേക്ഷിതമായ സ്റ്റെപ്പ്. സാധാരണഗതിയിൽ നമ്മളൊരു ബീജം ചൂസ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിനടിയിൽ എക്സാമിൻ ചെയ്തിട്ട് അതിൽ നിന്നിട്ട് മോട്ടിലിറ്റിയും മോർഫോളജിയും വെച്ചിട്ട്, അതായത് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടനയും അതിൻ്റെ ചലനശേഷിയും വെച്ചിട്ട് ഉചിതമായിട്ടുള്ളൊരു ബീജം എംബ്രിയോളജിസ്റ്റ് ചൂസ് ചെയ്ത് ഓരോ അണ്ഡത്തിനുള്ളിലും ഓരോ ബീജം നിക്ഷേപിക്കുകയാണ് ICSI എന്ന് പറയുന്ന ചികിത്സാ രീതിയിൽ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു പ്രഗ്നൻസി കിട്ടാനും മിസ്കാരേജ് അവോയ്ഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്, ആരോഗ്യമുള്ളൊരു ഭ്രൂണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ട്രക്ചറലി, അതായത് മോർഫോളജിക്കലി നോർമൽ ആയിട്ടൊരു ബീജത്തിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. IVFന്റെ വിജയ ശതമാനത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ഫാക്ടർ പുരുഷന്റെ ബീജം ചൂസ് ചെയ്യുന്നത് തന്നെയാണ്.